എല്ലാവർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ചട്ടിപ്പത്തിരിയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണാം. പാഠഭാഗത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വായിക്കാം പറയാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. എന്തെല്ലാമാണ് നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? വട്ടച്ചമ്പ് വേണം അല്ലേ, ഒരു ചെമ്പ്. പിന്നെ പത്തിരി പലക വേണം, വട്ടപ്പലക, പത്തിരി പലക എന്നൊക്കെ പറയും. പിന്നെ ഉരുട്ടുകുഴൽ വേണം, കുഴൽ, അത് നമ്മൾ ഉരുട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചപ്പാത്തിക്ക് ചുടുമ്പോൾ ഉരുട്ടില്ല അതുപോലെ. പിന്നെ ഓട്, പത്തിരി വാട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഓട്. സാന്, മാവും മുട്ടയും മറ്റും കലക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രത്തെയാണ് നമ്മൾ സാൻ എന്ന് പറയുക. പിന്നാണം, കയ്യിൽ എന്ന് പറഞ്ഞാൽ തവി. പിന്നെ കാസ എന്ന് പറഞ്ഞാൽ വലിയ കിണ്ണം, വലിയ പാത്രത്തെയാണ് നമ്മൾ കാസ എന്ന് പറയുക. പിന്നെ തകരപ്പാട്ട, അടുപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഏറെ കുട്ടികളുള്ള പുരയാണ്, കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായി അന്ത്രുമാൻ പിയാപ്പിള വൈകുന്നേരം വാങ്ങിവെച്ച സാധനങ്ങളൊക്കെ പിറ്റേന്ന് രാവിലെ ബിച്ചായിഷേത്തായും മറ്റും എടുത്തു വെച്ച് എണ്ണം തിട്ടപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് കഥാകൃത്ത് ഇങ്ങനെ പറയുന്നത്. കുട്ടികൾ ധാരാളമുള്ള വീട്ടിൽ പലഹാരത്തിനുള്ള സാധനങ്ങൾ കണ്ടാൽ അവർ അത് എടുത്തു മാറ്റാനോ കളയാനോ അല്ലെങ്കിൽ തിന്നു തീർക്കാനോ സാധ്യതയുണ്ട്. അതിനാൽ വിഭവം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ചേരുവകളെല്ലാം കൃത്യമായ അളവിൽ തന്നെയുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ എണ്ണിയെടുത്ത് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഒരു കാര്യം തീർത്തും അല്ലെങ്കിൽ പൂർണ്ണമായി മറന്നുപോയി എന്നാണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചട്ടിപ്പത്തിരിയുടെ തിരക്കിട്ട തയ്യാറെടുപ്പുകൾക്കിടയിൽ വിഭവത്തിന് ആവശ്യമായ പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കലക്കി വെക്കാൻ കൽമി തികച്ചും മറന്നു പോയപ്പോഴാണ് സ്വയം കുറ്റബോധത്തോടെ ഈ വാക്ക് പറയുന്നത്. അതായത് ഞാൻ മരിച്ച പോലെ മറന്നുപോയി. അടുത്ത ചോദ്യം. എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? ഹല്ല പിന്നെ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എപ്പോൾ? എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെയെന്ന് ചോദിക്കുകയാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? കൽമിയുടെ മകൻ അബു അടുക്കളയിൽ വരികയും ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി തങ്ങൾക്കൊന്നും കഴിക്കാനുള്ളതല്ല, മറ്റെങ്ങോ കൊടുത്തുവിടാനുള്ളതാണെന്ന് മനസ്സിലാക്കി അപ്പം നമുക്കില്ല അല്ലേ എന്ന് സങ്കടത്തോടെ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവനെ നുള്ളി പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബിച്ചായിഷെയ്ത്ത പറയുന്നതാണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബിച്ചായിഷെയ്ത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടിട്ടില്ല. എന്താവും കാരണം? ബിച്ചായിഷെയ്ത്ത അതും കേട്ടിട്ടില്ല, അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടിട്ടില്ല. എന്താവും കാരണം? ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ഘട്ടത്തിലായിരുന്നു ബിച്ചായിഷെയ്ത്ത. ചെമ്പിൽ പത്തിരികൾ ഓരോന്നായി നെയ്യ് പുരട്ടി അട്ടിയടുക്കി വെച്ച് അതിലേക്ക് പലഹാരക്കൂട്ടും അടിച്ചു വെച്ച മുട്ടയും ഒഴിച്ച് അതീവ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ജോലി ചെയ്യുകയായിരുന്നു അവർ. തൻ്റെ പാചകം ഒട്ടും പിഴച്ചു പോകരുതെന്ന ചിന്തയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നതിനാലാണ് ചുറ്റുമുള്ള ഒരു ശബ്ദവും അവർ കേൾക്കാതിരുന്നത്. അപ്പോൾ ബിച്ചായിഷെയ്ത്ത ഒന്നും കേൾക്കാതിരുന്നത് ബിച്ചായിഷെയ്ത്ത ചെയ്യുന്ന പ്രവർത്തനത്തിൽ, അതായത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ മുഴുവൻ കോൺസെൻട്രേഷൻ, മുഴുവൻ ശ്രദ്ധയും കൊടുത്തത് കൊണ്ട് ചുറ്റിലുള്ള ഒന്നും ബിച്ചായിഷെയ്ത്ത കേട്ടിട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? ഏറെ സമയമെടുത്ത് വളരെ ബുദ്ധിമുട്ടി ഒട്ടനവധി ഘട്ടങ്ങളിലൂടെ തയ്യാറാക്കേണ്ട ചട്ടിപ്പത്തിരി എന്ന വലിയ വിഭവം ഒടുവിൽ കേടുപാടുകൾ കൂടാതെ വിജയകരമായി ഉണ്ടാക്കി തീർത്തപ്പോഴാണ് ബിച്ചായിഷെയ്ത്തയുടെ കൈകൾക്ക് ആശ്വാസം തോന്നിയത്. മലബാർ പലഹാരങ്ങളിൽ വെച്ച് ഏറ്റവും സവിശേഷവും നിർമ്മാണത്തിൽ ഏറെ പ്രാവീണ്യം ശ്രദ്ധയും വേണ്ടതുമായ രാജകീയ വിഭവമാണ് ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരിയാണ് ഇവിടെ പലഹാരങ്ങളുടെ താജ് അഥവാ കിരീടം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ നിർമ്മിതി എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. നാടൻ പദങ്ങളും പ്രയോഗങ്ങളും. റാത്തൽ, സേറ്, പൊതിരുക, തെരഞ്ഞു പോകുക, മറതി, ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. അപ്പം നമുക്ക് നാട്ടുഭാഷയും അതിൻ്റെ അർത്ഥവും നോക്കാം. നാട്ടുഭാഷാ പദങ്ങൾ. ഒന്ന് റാത്തൽ. റാത്തൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തൂക്കം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരളവാണ്.
സേർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു വ്യാപൃത അളവ് രീതി. ഇവിടെ പാലളക്കാൻ ഉപയോഗിക്കുന്നതൊക്കെയാണ് സേറ്. പൊതിരുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കുതിർക്കുക, അതിനെയാണ് നമ്മൾ പൊതിരുക എന്ന് പറയാം. തെരഞ്ഞു പോവുക, പാൽ കേടായി പോവുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക, അതാണ് തെരഞ്ഞു പോവുക എന്ന് പറയുന്നത്. മറതി എന്ന് പറഞ്ഞാൽ മറവി, അതായത് കാര്യങ്ങൾ ഓർമ്മയില്ലാതെ പോകുന്ന അവസ്ഥ. പുര, വീട്. ബേജാറാവുക എന്നൊക്കെ പറയില്ലേ, ആകുലത, വിഷമം. ഇനി പണ്ടം എന്ന് പറഞ്ഞാൽ പലഹാരത്തിനുള്ളിൽ വെക്കാനായിട്ട് തയ്യാറാക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, കസ്കസ് ഒക്കെ ഇട്ടുള്ള ഒരു മിശ്രിതം, അതിനെയാണ് നമ്മൾ പണ്ടം എന്ന് പറയാം. മോന്തി ആവുക, അതായത് സന്ധ്യ ആവുക, വൈകുന്നേരം ആവുക. ഈറയാൻ അഥവാ ഇടുപ്പ്, അരക്കിട്ട് എന്നൊക്കെ പറയും. തോല്, പരത്തിയ പത്തിരിയുടെ ഓരോ പാളി, ആ ലെയറിനെയാണ് നമ്മൾ തോല് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം വരുന്നത് താജ് പണിയുന്ന താത്ത. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായ് ഷേത്തായെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്ത് എഴുതും. ഈ കഥ വായിക്കാത്ത ഒരു കൂട്ടുകാർക്ക് നമ്മുടെ ബിച്ചായ് ഷേത്തായെ പരിചയപ്പെടുത്തിയിട്ട് ഒരു കത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കത്ത് എഴുതി നോക്കാം. കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സ്ഥലം എഴുതണം, തീയതി എഴുതണം അല്ലേ. ആദ്യം സ്ഥലം എഴുതുക, തീയതി എഴുതുക. ശേഷം നമ്മൾ കൂട്ടുകാരനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരനെ അഥവാ കൂട്ടുകാരിക്ക് വേണം പേരെഴുതാം. സുഖമെന്ന് കരുതുന്നു. ഞാൻ ഈ അടുത്ത 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് P.A. മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന നോവലിലെ ചട്ടിപ്പത്തിരി എന്നൊരു കഥ വായിച്ചു. അതിലെ പ്രധാന കഥാപാത്രമായ ബിച്ചായ് ഷേത്തായെ നിനക്ക് പരിചയപ്പെടുത്താനാണ് ഈ കത്ത് എഴുതുന്നത്. മലബാറിലെ പലഹാരങ്ങളുടെ താജ്, കിരീടം എന്നാണ് ചട്ടിപ്പത്തിരിയെ കഥയിൽ വിശേഷിപ്പിക്കുന്നത്. ഇത് ഉണ്ടാക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. അതീവ ശ്രദ്ധയും ക്ഷമയും വൈദഗ്ധ്യവും ആവശ്യമാണ്. വലിയൊരു തറവാട്ടിലെ കുട്ടികളുടെ ബഹളങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിലും ഒട്ടും ഏകാഗ്രത ചോർന്നു പോകാതെ ഓരോ പത്തിരിപ്പാളിയും നെയ്യിൽ വാട്ടി പലഹാരക്കൂട്ട് വെച്ച് അതീവ മനോഹരമായി ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന ബിച്ചായ് ഷേത്തായുടെ പാചക വൈഭവം എന്നെ അത്ഭുതപ്പെടുത്തി. പാചകത്തെ ഒരു കലയായി മാറ്റിയ ആ താത്തയെക്കുറിച്ച് അറിയാൻ നീയും ഈ കഥ തീർച്ചയായും വായിക്കണം എന്ന് സ്നേഹത്തോടെ നമ്മുടെ പേരെഴുതാം, ഒരു ഒപ്പിടാം. ഇങ്ങനെയാണ് നമ്മൾ കത്ത് തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുക്കള ആരുടേത്? അടുക്കള ആരുടേതാണ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? ഞങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവുമോ? ബിച്ചായ് ഷേത്താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധീകരിക്കുമല്ലോ. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേത് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കും. അപ്പോൾ നമ്മളോട് ഒരു സംവാദം, ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അടുക്കള ആരുടേത്. അപ്പോൾ നമുക്ക് പ്രധാന ആശയങ്ങളും വാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സംവാദം തയ്യാറാക്കാം. ഭക്ഷണം ജീവിത നൈപുണ്യം, അതായത് ലൈഫ് സ്കിൽ. ഭക്ഷണം കഴിക്കുക എന്നത് എല്ലാവരുടെയും ആവശ്യമായതുപോലെ തന്നെ അത് പാചകം ചെയ്യാൻ പഠിക്കുക എന്നതും ലിംഗഭേദമന്യേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. അതിനാൽ അടുക്കള സ്ത്രീകളുടെ മാത്രം ഇടമല്ല, ആൺമക്കൾക്കും ബാധകം. ബിച്ചായ് ഷേത്താത്ത പെൺമക്കളോട് ചോദിക്കുന്നുണ്ട്, എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാവോ എന്ന്. ഈ ചോദ്യം ആൺമക്കൾക്കും ഒരുപോലെ ബാധകമാണ്. സ്വയം പര്യാപ്തത നേടാൻ ആൺകുട്ടികളും പാചകം ശീലിക്കണം. പങ്കുവയ്ക്കൽ. ആധുനിക സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പുറത്തുപോയി ജോലി ചെയ്യുമ്പോൾ വീട്ടുജോലികളും അടുക്കളയും ഇരുവരും ഒരുപോലെ പങ്കിടേണ്ടതാണ്. അപ്പോഴേ കുടുംബത്തിൽ തുല്യത സന്തോഷവും നിലനിൽക്കൂ. ഇനി അവസാനം തീരുമാനം. അടുക്കള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിലെ എല്ലാവരുടേതുമാണ്. അപ്പോൾ നമ്മളൊരു സംവാദം ഉണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസാനം ഒരു തീരുമാനത്തിൽ നമ്മളെത്തും. ഇവിടെ എത്തിയ തീരുമാനമാണ് അടുക്കള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമല്ല, മറിച്ചൊരു കുടുംബത്തിലെ എല്ലാവരുടേതുമാണ്. ഇനി നമുക്കിതിൽ അവസാന പ്രവർത്തനമാണ് അഭിനയിക്കാം. നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ ഗ്രൂപ്പായി തിരിച്ചിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞുതരാം. അതായത് അവതരണത്തിനുള്ള സൂചന. പണ്ടുകാലത്തെ പുക നിറഞ്ഞ അടുക്കളയിൽ നിന്നും ഇന്നത്തെ ആധുനിക അടുക്കളയിലേക്കുള്ള മാറ്റം നമുക്ക് അഭിനയത്തിലൂടെ കാണിക്കാം.
അമ്മമാർ മാത്രം ജോലി ചെയ്യുന്ന പഴയ രീതിക്ക് പകരം അച്ഛനും മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സന്തോഷത്തോടെ പാചകം ചെയ്യുന്നതും വിഭവങ്ങൾ പങ്കുവെക്കുന്നതുമായ ഒരു പുതിയ കാല അടുക്കള ദൃശ്യം നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. 6ാം ക്ലാസ്സിൻ്റെ ഒരുപാട് വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്